എക്സാമിന് ഏകദേശം ഇനി 55 ദിവസമാണുള്ളതല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ജീവിത വിജയത്തില് നിങ്ങൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെതസ്കോപ്പുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹലോ നീറ്റ് ആസ്പിരൻസ്, എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ? എക്സാമിന് ഏകദേശം ഇനി 55 ദിവസമാണുള്ളതല്ലേ? ദിവസത്തിന്റെ കണക്ക് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളെ സീനിയേഴ്സിൻ്റെതായാലും നിങ്ങളെ മുന്നേ പഠിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ജേണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവസാനത്തെ 2 മാസം ആരാണോ കൺസിസ്റ്റൻസി ആയിട്ട് ഡെയിലി ഇത്ര ഹവേഴ്സ് കൊടുത്തിട്ട് റിപ്പീറ്റഡ് റിവിഷനിലൂടെ പഠിക്കുന്നത് അവർക്കുള്ളതാണ് എൻട്രൻസ്. അത് നീറ്റ് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും അവസാനത്തെ 2 മാസം ആരാണോ കഷ്ടപ്പെടുന്നത് അവർക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു അവസാന സമയത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് NCERT. NCERTയിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം, ഫസ്റ്റ് റീഡിങ് നിങ്ങളത് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ NCERTയിലുള്ള സമ്മറിയും അത് കഴിഞ്ഞിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മളെ പുതിയ NCERT പുതിയ സിലബസ് ഒക്കെ വെച്ചിട്ടാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ NCERT റിലേറ്റഡ് MCQs മാത്രം ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടില്ല. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 5-6 വർഷത്തെ പ്രീവിയസ് പേപ്പേഴ്സ് പഠിക്കാതെ നിങ്ങൾ വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് പോകരുത് മക്കളെ. പിന്നെ എപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതും, അതിൽ ഒരുപാട് നെഗറ്റീവ് മാർക്കൊക്കെ വാരി കൂട്ടാറുണ്ട്, ഒരുപാട് തെറ്റിക്കാറുണ്ട്, അറിയാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും ചെയ്തെടുക്കാറുണ്ടോ? അവിടെയാണ് നിങ്ങൾ പ്രശ്നം. നമ്മൾ എന്തിനാ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മളെ പ്രാക്ടീസ് ആണല്ലേ. ആ പ്രാക്ടീസ് എപ്പോഴാണ് കറക്റ്റ് ആവുക? ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും അത് എഴുതി ശരിയാക്കണം. എന്നാലേ നമ്മൾ വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങൾ റിഹേഴ്സൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ തെറ്റിയ MCQs ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്ത് വെക്കുക. ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചില ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടാവാം. ആ തെറ്റിയതൊക്കെ നിങ്ങൾ റിവിഷന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വരാൻ പോകുന്ന നീറ്റ് എക്സാമിനെ നേരിടാൻ പറ്റും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? ഒന്ന്, നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പഠനത്തിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യം, അത് നമുക്കറിയാം, ഒന്ന് സോഷ്യൽ മീഡിയ തന്നെയായിരിക്കാം അല്ലേ. നമ്മുടെ പഠന ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് ഫോൺ, ഒരുപാട് ഇൻസ്റ്റഗ്രാമും അല്ലേ. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ എന്നോട് ദേഷ്യമായിരിക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എയിം എന്താണോ അവിടെ നിങ്ങൾ എത്തിയിരിക്കും. രണ്ടാമത്തെ കാര്യം, കമ്പാരിസൺ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മറ്റുള്ള സ്ഥാപനത്തിൽ എല്ലാ സ്ഥലത്തും പഠിക്കുന്നുണ്ടാവാം. ആരുമായിട്ട് ഈ ഒരു സമയത്ത് കമ്പാരിസൺ വേണ്ട. എക്സാം കഴിയട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കാം. അപ്പോൾ ഈ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിത വിജയത്തിൽ നിങ്ങൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെതസ്കോപ്പുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഏതൊരു ആവശ്യത്തിനും നിങ്ങളെ വീട്ടുകാരെ പോലെ, നിങ്ങളെ രക്ഷിതാവിനെ പോലെ നമ്മളുണ്ട്, റേസ് ഉണ്ട്, നമുക്ക് കാണാടാം.